പൊന്നാനിയിലെ മണ്ണിലിനി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വർഷങ്ങളായി കിടക്കില്ല. പ്ലാസ്റ്റിക്കിനെ നാട്ടുകാർ മണ്ണ് തൊടിയിക്കില്ല. എല്ലാം നഗരസഭയിലെത്തും. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക്കിനെ തുരത്തുകയാണ് നഗരസഭാ അധികൃതർ. എല്ലാ പ്ലാസ്റ്റിക്കുകളും റീസൈക്ലിംഗ് കേന്ദ്രങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഇതുവരെ 10,000 ടൺ അയച്ചു. പ്ലാസ്റ്റിക് ഒരേ സമയത്ത് പ്രമാണിയാണ്, അതേ സമയത്ത് വലിയ വില്ലനുമാണ്. അപ്പോൾ ജനങ്ങളിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് കൃത്യമായൊരു അവബോധം നൽകുക എന്നതാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 50 മൈക്രോൺ വരെയുള്ള എല്ലാ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും നമ്മുടെ നഗരസഭയിൽ നിരോധിച്ചിരിക്കുകയാണ്. ബാക്കി വരുന്നത് വീടുകളിൽ വരുന്നത് നമ്മൾ വീട്ടുകാരോട് നഗരസഭ കൊടുത്ത സന്ദേശം എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ ഓരോന്നും 50 മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഭദ്രമായി ഒരു കുട്ടിച്ചാക്കിൽ കളക്ട് ചെയ്ത് വെക്കുക. മിൽമയുടെ ആണെങ്കിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ മുക്കി കഴുകി സൂക്ഷിച്ചു വെക്കുക. നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും. നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ, പത്രം എങ്ങനെയാണോ നാം സൂക്ഷിച്ചു വെക്കുന്നത്, അതേ രീതിയിൽ പ്ലാസ്റ്റിക്കുകൾ സൂക്ഷിച്ചു വെച്ച് നമുക്ക് കൈമാറിയാൽ നമ്മളെന്ത് ചെയ്യും? നമ്മളത് ശേഖരിക്കും. വീടുകളിൽ നിന്ന് കുടുംബശ്രീ പ്രവർത്തകരാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്. ഇവ വണ്ടികളിൽ നഗരസഭയിലെത്തും. പലരും നേരിട്ടും പ്ലാസ്റ്റിക് നഗരസഭയിലെത്തിക്കുന്നുണ്ട്. പൊന്നാനിയിൽ കത്തി നശിപ്പിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ടാവില്ല. കത്തുമ്പോഴുള്ള ദുഷിച്ച വായു നാട്ടുകാർക്ക് അസ്വസ്ഥതയുമുണ്ടാക്കില്ല. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.